നമ്മളിപ്പോൾ ഏകദേശം ഒരു 1000-ലധികം ഡിവോഴ്സ് കേസുകൾ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള കുറച്ച് വിഷയങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. എന്നെ ഒരുപാട് ഡിവോഴ്സ് കേസ് നടത്തുന്ന സ്ത്രീകൾ വിളിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പുരുഷന്മാർ വിളിക്കാറുണ്ട്. 80% കേസുകളും വളരെ നിസ്സാര പ്രശ്നത്തിൽ പേരിലുണ്ടായതാണ്. വളരെ ഈഗോ ക്ലാഷിൻ്റെ പുറത്തോ അല്ലെ അച്ഛനമ്മമാരുടെ ഈഗോയുടെ പുറത്തോ എന്താണ് പറയുക, അപ്പോൾ ജോലി ഉള്ളതുകൊണ്ട് എന്താണ് പറയുക, നീ ഒന്നും സഹിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള പല പല കാരണങ്ങളുണ്ടായതാണ്. പല റിലേഷൻഷിപ്പിലും എന്താണ് പറയുക, ചില അബ്യൂസീവായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ അമ്മമാർ പലപ്പോഴും എന്നോട് വിളിച്ച് പറയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ ആ കൊച്ചിനെങ്കിലും ഒന്ന് കാണാൻ വന്നിരുന്നെങ്കിൽ ഞാൻ ക്ഷമിച്ചേനെ, അയാൾ ആ കൊച്ചിനോട് അടുപ്പമെങ്കിലും കാണിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായേനെ, കൊച്ചിനോട് പോലും അടുപ്പം കാണിക്കത്തില്ല എന്നുള്ളതാണ്. അതേസമയം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒരുപക്ഷെ ഈ കുട്ടിയുടെ കസ്റ്റഡി അല്ലെങ്കിൽ കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിച്ച് വളരെ പരാജയപ്പെട്ടിട്ടായിരിക്കും അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ 5, 6, 7, 8 കൊല്ലം ഡൈവോഴ്സ് കേസ് നടത്തുന്ന പല ആളുകളും തമ്മിൽ ഇപ്പോഴും ഇങ്ങനെ ഒരു ശീതസമരം നിൽക്കുകയാണ്. അതാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്തിലെ ഈ ഡിവോഴ്സ് പ്രോസസ്സിൽ ഏറ്റവും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമായിട്ട് തോന്നുന്നത്. ഇവിടം തൊട്ടാണ് എനിക്ക് പ്രധാനമായിട്ടും സംസാരിച്ച് തുടങ്ങാനുള്ളത്. ഒരു സ്ത്രീ ഒരു ഡിവോഴ്സ് പ്രോസസ്സിലേക്ക് പോകുന്നത്, അതായത് അയാൾ ഇനി ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല, അയാളുടെ സ്വഭാവം ഒന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല, ഒരു സിറ്റുവേഷനിലായിരിക്കും ഒരു സ്ത്രീയാണെങ്കിൽ ഒരു ഡിവോഴ്സ് പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഡിവോഴ്സ് പ്രോസസ്സ് ഒരു 4, 5, 6, 7, 8 കൊല്ലം നടക്കും. ആ സമയത്ത് പുരുഷനെന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്നത്തെ കാര്യത്തിൽ, ഇന്നത്തെ സിറ്റുവേഷനിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന ഡിവോഴ്സ് ഇസ് ഈക്വൽ ടു ഹസ്ബൻഡ് ഫോർ സെയിൽ ഇൻ കേരള എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ, കേരളത്തിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ എല്ലാ പ്രിവിലേജസും പോകുന്നത് സ്ത്രീകൾക്കാണ്. അതായത് കുട്ടികളുടെ കസ്റ്റഡി സ്ത്രീകൾക്കാണ്, അതോടൊപ്പം തന്നെ ഫാമിലി സപ്പോർട്ട്, സോഷ്യൽ സപ്പോർട്ടും എല്ലാം കിട്ടുന്നത് ഇനിഷ്യലി എന്താണ്, സ്ത്രീകൾക്ക് തന്നെയാണ്. ഇപ്പോൾ ഡിവോഴ്സിൻ്റെ ഒരു സ്റ്റിഗ്മയില്ല. ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു മോശം കാര്യമല്ല. ഡിവോഴ്സ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിലൊരു അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്, അവർക്കെല്ലാം കിട്ടുന്നുണ്ട്. അമ്മ ട്രൈ ചെയ്യാൻ പോകുന്ന അമ്മ ഒരു സൂപ്പർ വുമൺ ആവാൻ വേണ്ടിയായിരിക്കും എപ്പോഴും ശ്രമിക്കുന്നത്. അതായത് എന്ത് കഷ്ടപ്പെട്ട്, എന്ത് യാതന അനുഭവിച്ച് എൻ്റെ കുട്ടികളെ വളർത്തി വലുതാക്കും, അവരെ നല്ലൊരു വ്യക്തിത്വമാക്കി മാറ്റും. അതൊരു അമ്മ അല്ലെ മാതൃത്വം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ ഏറ്റവും വലിയ എന്താണ് ഭാവമാണ്. അപ്പോൾ അതിനുവേണ്ടിയായിരിക്കും അവർ ശ്രമിക്കുന്നത്. അവർക്കത് വളരെയധികം പ്രയോറിറ്റി ആയിരിക്കും. അവിടെ ഹസ്ബൻഡെന്നോ ഹസ്ബൻഡിൻ്റെ വേദനകളോ ഒന്നും അവരൊന്നും കൺസിഡർ ചെയ്യാൻ പോകുന്നില്ല. അത് ശരിയാണ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അത് തന്നെയാണ് ശരി. പക്ഷേ അവിടെ ഈ പുരുഷൻ ഇതേ അവസ്ഥയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ പുരുഷൻ ഒരു ഡിവോഴ്സിലേക്ക് വരുമ്പോൾ അയാൾ അനുഭവിക്കുന്ന വേദനകളെന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള വേദനകളാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പുരുഷനെ കുറ്റപ്പെടുത്താനാണ് സൊസൈറ്റിക്ക്. അവൻ മോശമായിട്ടാണ്, അല്ലെങ്കിൽ അവൻ സക്സസ് അല്ലാത്തതുകൊണ്ടാണ് അവനെ ഉപേക്ഷിച്ച് പോയത്, അവൻ സക്സസ് ആകുമോ എന്ന് ആ സ്ത്രീ ഒരുപാട് ശ്രമിച്ചു, വെയിറ്റ് ചെയ്തു, അവളുടെ മാക്സിമം ശ്രമിച്ചു, അതിനുശേഷമാണ് ആ പെൺകുട്ടി ഡിവോഴ്സിലേക്ക് പോയത് എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ആയിരിക്കും. പക്ഷേ ഈ ഒറ്റപ്പെട്ടു പോകുന്ന ഈ പുരുഷൻ്റെ മാനസിക സമ്മർദ്ദം, മാനസിക വേദനയൊന്നും എങ്ങും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. അവനെല്ലാവരുടെയും ഒപ്പം തന്നെ സമൂഹത്തിലുണ്ടായിരിക്കും, ചിരിക്കും, കൂട്ടുകാരുടെ ഇടപെടകും. പക്ഷേ അവനുള്ളിൽ ഒറ്റപ്പെട്ട് ജീവിതമായിരിക്കും ജീവിക്കുന്നത്, വളരെ വേദനയോടുള്ളിലുള്ള ജീവിതമായിരിക്കും ജീവിക്കുന്നത്. പക്ഷേ പുരുഷനായതുകൊണ്ട് തന്നെ അവൻ്റെ വേദനകളെ എങ്ങും അഡ്രസ്സ് ചെയ്യപ്പെടാനോ അതിനെ സംസാരിക്കാനോ ഒന്നും ആരും തയ്യാറാകുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള കൂടുതൽ ആളുകൾ, അവർക്ക് ഈസിയായിട്ട് ആക്സ് ചെയ്യാൻ പറ്റുന്നത് എന്താണ് പറയുക, ഒറ്റപ്പെടലും വേദനയൊക്കെ പരിഹാരമായിട്ട് അവർ കാണുന്ന മദ്യപാനമാണ്. അവർ ആ ഈസിയാളെ അങ്ങനെ മദ്യപാനത്തിലേക്ക് പോകും. അത് കണ്ടിന്യൂസ് ആയിട്ട് ആ മദ്യപാനത്തിലേക്ക് പോയിട്ട് ആ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഭാര്യ എന്ന് പറയുന്ന ആൾ എന്താണ് പറയുക, അയാൾ ഇനി ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്നുള്ള എന്താണ് പറയുക, ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ ഞാൻ എടുത്ത തീരുമാനം കറക്റ്റാണെന്നുള്ളൊരു ഡിസിഷനിലേക്കാണ് പോകുന്നത്. ഞാൻ പല ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇനി അയാൾ നന്നാവില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു മൊമെൻറ്റിലാണ് നിങ്ങൾ തിരിച്ച് ചിന്തിക്കേണ്ടത്. അതായത് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഹസ്ബൻഡ് ഫോർ സെയിൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതായത് ഡിവോഴ്സ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് ഫോർ സെയിലാണ്. നിങ്ങളെ ഒരാൾ വലിച്ചെറിഞ്ഞ ഒരാളാണ്, അല്ലെങ്കിൽ നമ്മളെന്താണ് പറയുക, നമ്മളൊരു കുപ്പത്തൊട്ടിയിലെ മാണിക്യം ആവണം എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഞാൻ പുരുഷന്മാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ കേരളത്തിലൊരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു 80% കേസുകൾ ഫയൽ ചെയ്യിക്കുന്ന സ്ത്രീകളാണ്. അപ്പോൾ നമ്മളെ ഒരാൾ വലിച്ചെറിയുന്ന സമയത്ത്, അതായത് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കുപ്പത്തൊട്ടിയിൽ മാണിക്യമാവാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യണം. നമ്മളെ ഒരു മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ വെക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ വാല്യൂ കൂട്ടിയാൽ മാത്രമേ, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കൂട്ടിയാൽ മാത്രമേ നമുക്കത് നല്ല രീതിയിൽ വിറ്റ് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തു എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ തെറ്റുകൾ എന്തൊക്കെയായിരുന്നു ഇതിന് മുമ്പത്തെ റിലേഷൻഷിപ്പിൽ? മദ്യപാനമായിരുന്നോ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരുന്നോ, പേഴ്സണാലിറ്റി ഇഷ്യൂസ് ആയിരുന്നോ, നമുക്ക് ദേഷ്യമായിരുന്നോ, അല്ലെങ്കിൽ എന്താണ് പറയുക, നമ്മൾ വീട്ടിൽ കാര്യങ്ങൾ ഉത്തരവാദിത്തമായിട്ട് നോക്കിയില്ലേ, ഇങ്ങനെ എന്തായിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ? അല്ല ഞാനൊരു അബ്യൂസറായിരുന്നു, ഇമോഷണൽ അബ്യൂസറായിരുന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിസിക്കൽ അബ്യൂസറായിരുന്നോ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ
അത് പരിഹരിക്കാൻ പറയാം. നമ്മുടെ തെറ്റുകൾ തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് പരിഹരിക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. അത് പരിഹരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വാല്യൂസ്, നമ്മുടെ ക്വാളിറ്റീസ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കണം. അതിന് നമുക്ക് എന്താണ് പറയുക, പല മെൻറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ലൈഫ് കോച്ചസിൻ്റെ ഒക്കെ സഹായങ്ങൾ നമുക്ക് തേടാം. അങ്ങനെ നമ്മുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വളരെ പതുക്കെ പതുക്കെ നമ്മൾ സക്സസ് ആവാൻ തുടങ്ങും. അപ്പം ഈ ലോകം എന്നും സക്സസ് ആയവൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ. സക്സസ്ഫുള്ളായിട്ട് ഉള്ള ആളുകളുടെ കൂടെ നിൽക്കാനാണ് ഈ ലോകം എന്നും ഉള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ ഒരുപാട് ആളുകൾ വരും. ഈ ഒരു പാറ്റേണിലേക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ വരേണ്ടത്. പിന്നീട് ഞാൻ കേരളത്തിൽ കണ്ട മറ്റൊരു ഇഷ്യൂ ആണ്, അതായത് അച്ഛന്മാർക്ക് കുട്ടികളെ കസ്റ്റഡി കിട്ടത്തില്ല. അതായത് പ്രത്യേകിച്ചും ചെറിയ കുട്ടികളാണ്, 4, 5 വയസ്സും 6 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ കസ്റ്റഡി കിട്ടത്തില്ല. പിന്നെ ഈ അച്ഛന്മാർക്ക് കുട്ടികളോട് നല്ല അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. അപ്പോൾ പലപ്പോഴും ഇവർ ഇമോഷണലി വീക്കാകും, കുട്ടികളെ കാണാൻ പറ്റുന്നില്ല, മാനസികമായിട്ട് വളരെയധികം തകർന്നു പോകും. ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ ചൈൽഡ് കസ്റ്റഡി എടുത്തിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, അതായത് നിങ്ങളെ കാണാൻ പറ്റുന്നത് മന്ത്ലി വൺസ് ആണോ ട്വൈസ് ആണോ അത് നിങ്ങൾ ഓർഡർ ആക്കി എടുക്കുക. അതിനുശേഷം കുട്ടികളെ കാണുക. നിങ്ങൾക്ക് ഓർഡർ ലിറ്ററലി പെയിൻ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ആദ്യ കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് 2 സംഭവങ്ങളാണ് ജീവിതത്തിലുള്ളത്: സാഹചര്യങ്ങൾ, അതായത് നമുക്ക് മാറ്റാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, നമുക്ക് മാറ്റാവുന്ന സാഹചര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് നമ്മുടെ സാഹചര്യം ഇതാണ്, ഇപ്പോഴത്തെ സിനാരിയോയിൽ ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്. ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം, അതായത് കുട്ടികളെ കളിപ്പിക്കുക, സ്നേഹം എന്നുള്ളതൊക്കെ ഓക്കെ നമുക്ക് നഷ്ടപ്പെടുന്ന സംഭവമാണ്. പക്ഷേ അവരുടെ വെൽബീയിങ്ങിന് വേണ്ടിയും അവരുടെ ഗ്രോത്തിന് വേണ്ടിയും അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയും ഒക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് അവരുടെ വെൽബീയിങ്ങിന്, നമ്മുടെ കുട്ടികളുടെ വെൽബീയിങ്ങിന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിലൂടെ, ലോങ് ടൈമിൽ പ്ലാൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് എന്താണ് പറയുക, നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ഞാനായിരുന്നു ശരിയെന്നോ അല്ലെ എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്നൊക്കെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കേരളത്തിലെ സാഹചര്യത്തിൽ കുട്ടികളുടെ കസ്റ്റഡി അമ്മമാരുടെ കയ്യിലാണ് കൂടുതൽ. അപ്പോൾ അച്ഛന്മാർക്ക് വന്ന് കാണണമെന്ന് അച്ഛന്മാർക്കും ആഗ്രഹമുണ്ട്, കുട്ടികളെ അച്ഛൻ വന്ന് കാണണമെന്ന് അമ്മമാർക്കും ആഗ്രഹമുണ്ട്. ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കുക, ഇതിനെക്കുറിച്ച് സംസാരിക്കുക, കുട്ടികളെ വന്ന് കാണുന്നതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുക. ഒരുപക്ഷെ ഇന്നല്ലേ നാളെ അയാൾ മരണപ്പെട്ടു പോയാൽ ആ ഒരു വേദന നിങ്ങൾക്ക് ഭയാനകമായിട്ടൊരു വേദനയായിരിക്കും നിങ്ങളുടെ ഉള്ളിലുണ്ടാവുക. അതുകൊണ്ട് അമ്മമാരോട് എനിക്കൊരു റിക്വസ്റ്റാണ്, നിങ്ങളുടെ കുട്ടീനെ വന്ന് കാണാൻ, നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ അച്ഛൻ വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുക. എനിക്കറിയാം നിങ്ങളുടെ കേസുകൾ നടക്കാൻ 4, 5, 6 വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടായിരിക്കാം. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന്. അതോടൊപ്പം തന്നെ എനിക്ക് പുരുഷന്മാരോട് എനിക്ക് പറയാനുള്ളത്, അതായത് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഹീലാവാതെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകില്ല, ആ അഫെയറിലേക്കൊക്കെ പോവാം. അപ്പോൾ എന്താണ് പറയുക, പലപ്പോഴും നമുക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കത്തില്ല നമ്മൾ പെട്ടെന്ന് ജമ്പ് ചെയ്തൊക്കെ പോകുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ജമ്പ് ചെയ്ത് പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെപ്പോഴും നമ്മൾ കുറേ മോശം ക്വാളിറ്റീസ് ഉള്ളതുകൊണ്ടോ നമുക്ക് കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ടോ ആയിരിക്കണമല്ലോ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ വെളിയിൽ വരേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ ക്വാളിറ്റീസ് ഇൻക്രീസ് ചെയ്യുക. നമ്മുടെ ക്വാളിറ്റീസ് ഇൻക്രീസ് ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും നല്ല ക്വാളിറ്റിയുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും ക്വാളിറ്റിയുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ പുരുഷന്മാരോട് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കേസുകൾ നടത്തി, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ സാഹചര്യത്തിൽ കേസുകളൊക്കെ നടത്തി നിങ്ങൾ ഫിനാൻഷ്യലി വലിയൊരു ലോസിലേക്കായിരിക്കും. ഫിനാൻഷ്യലി നമുക്ക് ഒരു സസ്റ്റൈനബിൾ ആവണം, ഫിനാൻഷ്യലി നമ്മളൊരു ഇൻഡിപെൻഡൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനകത്തിലേക്കൊക്കെയാണ് നിങ്ങൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളുടെ വേദനകളും നമ്മുടെ പെയിനും ഒക്കെ റിലീഫ് ആവുന്ന സമയത്തായിരിക്കും നമ്മുടെ ലൈഫിൻ്റെ മറ്റൊരു ഘട്ടം വരുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലേക്കൊക്കെ പോകാനാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മെൻറ്റർഷിപ്പ് വേണം, നല്ലൊരു കോച്ചിങ് വേണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോടൊപ്പം അല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയുക, നിങ്ങൾക്കൊരു കോ പേരൻറ്റിംഗ് ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിനെല്ലാം തന്നെ എന്താണ് പറയുക, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെല്ലാം തന്നെ നിക്കീസ് കഫേ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലൊരു സപ്പോർട്ട് വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അതായത് പുരുഷന്മാർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടില്ല, കൂടുതൽ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ചെയ്തത്. പക്ഷേ ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ സ്ത്രീകൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസൊക്കെ പറഞ്ഞ് പരിഹരിച്ച് നല്ലൊരു ലൈഫിലേക്ക് പോകണമെന്നാണ് എനിക്കും പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതിലേക്ക് ബൈ, താങ്ക് യു.